നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്തെ, കുറെ നാളായി ട്രെൻഡായി നിൽക്കുകയാണ് നന്ദഗോവിന്ദം ഭജൻസ്. അതെ, എനിക്ക് നന്ദഗോവിന്ദം ഭജൻസുകാരെ ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ ആഗ്രഹം പോയിരിക്കുന്നു. ഒരു പക്ഷേ അതിന് കാരണം നന്ദഗോവിന്ദം ഭജൻസുകാർ ഒരു ഗിമ്മിക്ക് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പേടിച്ചിട്ടാണോ എന്നറിയില്ല. അടുത്ത കാലത്ത് കുറെ വിവാദങ്ങളുണ്ടായി. കാരണം നന്ദഗോവിന്ദം ഭജൻസുകാർ വന്ന് സംഘി ലേബൽ അവരെ കുത്താനുള്ള ഒരു ശ്രമമൊക്കെ ചിലർ നടത്തി. അപ്പോൾ അതിനൊരു മറുമരുന്ന് ചെയ്തതാണോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം കോട്ടയം വേമ്പിൻകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന, മഹാവിഷ്ണു ക്ഷേത്രമാണ്, അവിടെ നടന്ന ഗാനമേളയ്ക്കിടെ അവരൊരു ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചുകൊണ്ട് തങ്ങളുടെ മതേതരത്വം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്ന് തോന്നുന്നു. അതിൽ നവീൻ പറയുന്നുണ്ട് താൻ ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പഠിച്ചതെന്നൊക്കെ. ഞാൻ ക്രിസ്ത്യൻ സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിച്ച ഒരാളാണ്. മുഴുവൻ വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലും കോളേജുകളിലും പഠിച്ച ഒരാളാണ്. പക്ഷെ എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ എന്റെ സ്കൂളിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്റെ മതേതരത്വം തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റ് നാട്ടുകാരുടെ മുന്നിൽ വെക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ എന്റെ മതത്തെ എത്രമാത്രം വിശ്വസിക്കുന്നു അറിയാമോ? അതിന് ധൈര്യം വേണം. ഈ ധൈര്യം എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തിൽ നിന്ന് ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടെങ്കിലേ എനിക്ക് ആ ധൈര്യം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം, എനിക്ക് ആത്മധൈര്യം ഉണ്ടാകണം. അതില്ലെങ്കിൽ ഞാൻ അവിടെ അത് എൻ്റെ വ്യക്തിത്വത്തിൽ അത് കാണും, അത് നിഴലിക്കും കൃത്യമായിട്ട്. ഞാൻ മറയ്ക്കും, ഒളിക്കും, പിന്നെ സംസാരത്തിൽ തന്നെ ഇടർച്ചയുണ്ടാകും. അങ്ങനെ പല കുഴപ്പങ്ങളുണ്ട്. പറഞ്ഞോളൂ. ഈ പാട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മോഹൻ സിതാര ചിട്ടപ്പെടുത്തിയ ഒരു ആൽബത്തിൽ നിന്നുള്ള ഒരു പാട്ടാണ്. പക്ഷേ ഇത് ദിവ്യഹൃദയം എന്ന് പറയുന്ന കാസറ്റ്, ആ കാസറ്റിലാണ് 2001 മോഹൻ സിതാര ചിട്ടപ്പെടുത്തിയതാണ്. യേശുദാസ് ആണ് അത് പാടിയിട്ടുള്ളത്. ആ പാട്ട് കുറച്ച് വർഷങ്ങൾക്ക് കാന്ത എന്ന് പറയുന്ന ഒരു ബാൻഡ് ഇത് വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. അവരാണ് തരംഗമാക്കിയത്. പിന്നെ ഈ ബൈബിളിലെ 68-ാം സങ്കീർത്തനത്തെ ആധാരമാക്കിയാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. അതായത് ഭാരതീയ സംഗീത ശൈലിയിൽ, അതായത് ഇവരുടെ മറ്റ് ക്ലാസിക്കൽ ശൈലിയിൽ കർണാടക സംഗീതത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് കർണാടക സംഗീതത്തിന്റെ രീതിയിൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ മാത്രമേ അത് ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന് മനസ്സിലാവുന്നുള്ളൂ. ഞാൻ കേട്ടിട്ട് എനിക്കത് ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അറിയാം എന്നുള്ളതല്ല. പക്ഷെ ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇത് ആവശ്യമുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. അതിനു മുമ്പ് ശ്രീല പറഞ്ഞതുപോലെ ഈ മതേതരത്വത്തെ ശരിയായി നിർവചിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഈ ഇത് ഏറ്റവും കൂടുതൽ സത്യത്തിൽ ഇതിനെ ഒരു അശ്ലീലമാക്കി കളഞ്ഞത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. തീർച്ചയായും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുന്നത് സെക്കുലറിസം, അതൊരു വെസ്റ്റേൺ കോൺട്രിബ്യൂഷനാണ്, ഒരു പാശ്ചാത്യ സംഭാവനയാണ്. അവിടെ അവർക്ക് സെമറ്റിക് മതങ്ങളുടെ ഇടയിലാണ് ഈ സെക്കുലറിസം ആവശ്യം. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഈ മതേതരത്വം ആവശ്യമില്ല. കാരണം ഈ മതേതരത്വം എന്താണെന്ന് അങ്ങനൊരു വാക്കുപോലും ആവിർഭവിക്കുന്നതിന് മുമ്പേ നമ്മൾ മതേതരരാണ്. ഇവിടെ കച്ചവടത്തിന് വന്ന എല്ലാ ഞാൻ ഇന്ന മതം എന്ന് പറയുന്നില്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടെ ഈശ്വരാരാധനാ മാർഗങ്ങൾ പിന്തുടരാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഭരണാധികാരികളുള്ള ഒരു നാടാണ്. സൗകര്യങ്ങൾ, സഹായങ്ങൾ, സഹകരണം ഒക്കെ നൽകിയ ജനങ്ങളുള്ള നാടാണ്. ജനങ്ങളെന്ന് പറഞ്ഞില്ല, കൃത്യമായിട്ട് പറഞ്ഞ ഹിന്ദുക്കൾ. അന്നിവിടെ ഹിന്ദുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏറ്റവും നന്നായിട്ട് നമ്മുടെ നിയമസഭയിലടക്കം പറഞ്ഞത് ആര്യാടൻ മുഹമ്മദാണ്. ആര്യാടൻ മുഹമ്മദ് വളരെ കൃത്യമായിട്ട് നമ്മുടെ പാരമ്പര്യം എന്താണ്, നമ്മുടെ ചരിത്രം എന്താണ്, നമ്മുടെ സംസ്കാരം എന്താണ്, അവിടെ ആരാണ് ഹിന്ദു തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല നിർവചനം അന്ന് കൊടുക്കുകയുണ്ടായി. ഞാനത് ആവർത്തിക്കുന്നില്ല, കാരണം അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന പ്രേക്ഷകരെല്ലാം ഒട്ടനവധി തവണ അത് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാകും. ഇവിടെ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഈ സെക്കുലർ എന്ന ഈ വാക്കിനെ നമ്മുടെ രാഷ്ട്രീയക്കാരെടുത്ത് വളരെ മോശമായി ഉപയോഗിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും അത് ഏറ്റവും എന്താ പറയുക, ഒരു അശ്ലീലം പോലെ ഉപയോഗിച്ചത് ഇടതുപക്ഷക്കാരാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ഹിന്ദുക്കള് ഞങ്ങൾ സെക്കുലറാണ് എന്ന് തെളിയിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നു. അതേസമയം ഇവിടുത്തെ ക്രിസ്ത്യൻ, ഇവിടുത്തെ മുസ്ലിം, മറ്റേതെങ്കിലും മതവിഭാഗം അവരെല്ലാം സെക്കുലറാണ്. അവർക്ക് സെക്കുലറാണെന്ന് ആരെയും ബോധ്യപ്പെടുത്തണ്ട. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക ആചാരം ഒരാൾക്ക് പിന്തുടരണം, അത് അനുഷ്ഠിക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അതിന് ബാക്കി എല്ലാവരും അതിന് എന്താ പറയുക, പരവതാനി വിരിക്കണം. അതേസമയം ഹിന്ദുവിൻ്റെ ഒരു ആചാരം, ഒരു അനുഷ്ഠാനം അത് നടത്തണമെങ്കിൽ ഇവിടെ ആരുടെ കയ്യിൽ നിന്നല്ല അനുവാദം വാങ്ങണം?
ആരുടെയൊക്കെ തീട്ടൂരം വേണം, ഓണം ആഘോഷിക്കേണ്ട, ഓണം ആഘോഷിക്കാൻ, വിഷു ആഘോഷിക്കാൻ, അതിനെല്ലാം വികൃതവൽക്കരിച്ച് വളരെ മോശമായിട്ട് ആക്ഷേപിക്കാൻ, പരിഹസിക്കാൻ ഒക്കെ ഇവിടെ ആളുണ്ട്. അത് ചോദ്യം ചെയ്തുകൂടാ. അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. മറിച്ച് ഇസ്ലാമിക ആചാരങ്ങളെ തൊട്ടുകളിച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, അത് മതനിന്ദയാണ്. അത് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഇതെങ്ങനെ? ശരീഅത്തനുസരിച്ച് ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആചാരങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതാണ്. അപ്പോൾ ഞാനൊരു രസകരമായൊരു ചർച്ച കണ്ടു. പണ്ട് നമ്മുടെ സുപ്രീം കോടതി അഭിഭാഷകൻ സായി ദീപക്കും അതുപോലെ തന്നെ ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ആയിട്ടുള്ള ഒരു സംവാദമാണ്, ഒരു കോൺക്ലേവ് ആണ്. ഞാൻ പലപ്പോഴും ഈ ഇന്ത്യ ടുഡേ, ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ സംഘടിപ്പിക്കുന്ന കോൺക്ലേവുകളെ കുറിച്ച് ഞാൻ പലപ്പോഴും അത് കാണാറുണ്ട്, ആവർത്തിച്ച് കാണാറുണ്ട്. നല്ല കോൺക്ലേവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സുബ്രഹ്മണ്യ സ്വാമി. അതെ, നല്ല ധാരാളം കോൺക്ലേവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ ജഗ്മോഹൻ റെഡ്ഡി ചോദിക്കുകയാണ്, ഒരു ക്ഷേത്രത്തിൽ എന്തിനാണ് ഈ ജാതിയും മതവും ഒക്കെ തിരക്കുന്നത്? ആരും ജാതി തിരക്കില്ല, പക്ഷെ മതം തിരക്കും. കാരണം ഒരു ക്ഷേത്രത്തിൽ വരുന്നയാള് ഹിന്ദുവാണ്, ക്ഷേത്രവിശ്വാസിയാണ്. അങ്ങനെയുള്ളവരെ ക്ഷേത്രത്തിൽ വരുള്ളൂ. അപ്പോൾ പള്ളിയിൽ പോകുന്നയാൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാനി ആയിരിക്കും. അല്ലാത്തയാൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നെങ്കിൽ അയാൾ ആരെവിടെ പോയാലും അവർ ക്രിസ്ത്യാനിയാണ്. അതുപോലെ നിസ്കരിക്കാൻ പോകുന്നവർ ഇസ്ലാമിക വിശ്വാസം പിന്തുടരുന്നവരാണ്. അതിലെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ ഇസ്ലാം ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നു, ഞാൻ ഹിന്ദു ആയിരിക്കുന്നു എന്നുള്ള ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെ എല്ലാവരും മാനിക്കുന്നു. പക്ഷേ ഹിന്ദുവിന്റെ അമ്പലത്തിൽ വന്ന് ഒരാൾ നിസ്കരിക്കുക, ഹിന്ദുവിന്റെ അമ്പലത്തിൽ വന്ന് കുർബാന കൊള്ളുക, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് ഗണപതി ഹോമം നടത്തുക, മുസ്ലിം പള്ളിയിൽ ചെന്ന് ഹൈന്ദവ ആചാരം ഈ പറഞ്ഞതുപോലെ ഗണപതി പൂജ ചെയ്യുക, അതൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. അതിന്റെ ആവശ്യമില്ല. റിലീജിയസ് പ്ലേസ്, റിലീജിയസ് വർഷിപ്പ് പ്ലേസ്, തീർച്ചയായിട്ടും അത് സെക്കുലർ അല്ല. അത് സെക്കുലർ ആകേണ്ട കാര്യമില്ല. അവിടെ അത് സത്യം ക്ഷേത്രങ്ങളും പള്ളികളും ഒന്നും, അതെ, അത് അവരുടെ വിശ്വാസികളുടെ സ്വകാര്യമായി അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടമാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. അതിനകത്ത് എന്തിനാണ് വേണ്ടാത്ത ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഇടാൻ പോകുന്നത്? ക്രിസ്ത്യൻ പള്ളിയിലെ ആചാരങ്ങൾ ക്രിസ്ത്യൻ പള്ളിയിൽ പാലിക്കട്ടെ, ഇസ്ലാമിക ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ മുസ്ലിം പള്ളിയിൽ നടത്തട്ടെ. അതിനാണ് അവിടെ ആ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനത് കൂടുതലത് വിശദീകരിക്കുന്നില്ല, കാരണം വിശദീകരിച്ച ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ ക്ഷേത്രങ്ങൾ, അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവിടെ നടന്നോട്ടെ. നിങ്ങൾ അതിന്റെ യുക്തി അന്വേഷിക്കാൻ പോകുന്നത് എന്തിനാണ്? അതിന്റെ നിരീശ്വരവാദികൾക്ക് വിമർശിക്കാൻ, ചോദ്യം ചെയ്യാം. അതിന് വിശ്വാസികൾ അവരുടേതായ തലത്തിൽ അത് മറുപടി കൊടുക്കും. അത്തരം സംവാദങ്ങൾ, ആരോഗ്യകരമായ സംവാദങ്ങൾ ഇനിയും നടക്കട്ടെ, ഒരു തെറ്റുമില്ല. നിരീശ്വരവാദികളുടെ വാദത്തെയും നമ്മൾ അംഗീകരിക്കുന്നു. കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഈ ജനാധിപത്യം, നമ്മൾ ഇന്ന് കാണുന്ന ജനാധിപത്യം ഭാരതത്തിൽ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് നമ്മുടെ രാജാക്കന്മാർ ഈ പറഞ്ഞതുപോലെ ഇതിനെല്ലാം സ്വീകരിച്ചിരുന്നവരാണ്. ഇപ്പൊ പറയും രാമന്റെ കാലത്ത് ഏതോ ഒരു ചാർവാകനെ അഗ്നിയിലെറിഞ്ഞു കൊന്നു, കൃഷ്ണന്റെ കാലത്ത് അഗ്നിയിലെറിഞ്ഞു കൊന്നു എന്നൊക്കെയുള്ള കഥകളും ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലൊക്കെ എത്ര സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. ഈ പറഞ്ഞു കേട്ട ഈ സാധനം സ്വീകരിക്കും, പക്ഷെ രാമൻ ജനിച്ചത് അയോധ്യയിലാണ് എന്ന പഴമൊഴി സ്വീകരിക്കാൻ തയ്യാറല്ല. മറിച്ച് ചാർവാകനെ തീയിൽ എറിഞ്ഞു കൊന്നു എന്നുള്ളത് നമ്മൾ സ്വീകരിക്കും. ഇപ്പൊ ഇവിടെ നന്ദഗോവിന്ദം ഭജൻസ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് ഈ കേരളത്തിൽ വളരെ പെട്ടെന്ന് വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും എല്ലാ മതവിശ്വാസികളുടെയും ഒക്കെ ഒരു പ്രീതി പിടിച്ചുപറ്റിയ മാത്രമല്ല, അവരൊരു ലഹരിയായിട്ട് ആൾക്കാരിൽ അങ്ങ് പടർന്നു കയറി. അത് നന്ദഗോവിന്ദം ഭജൻസ് മാത്രമല്ല, വേറെയും ചില ഭജന ഗ്രൂപ്പുണ്ട്. പക്ഷെ അത് ഏറ്റക്കുറച്ചിലുണ്ട്. ആദ്യം തുടങ്ങിയത് നന്ദഗോവിന്ദം ഭജൻസ് അല്ല. ആദ്യം തുടങ്ങിയത് പ്രശാന്ത് വർമ്മയുടെ മാനസ ജപലഹരി എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരുന്നു. അത് വിശ്വരൂപ ഭജൻസ്, അതാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം ഈ ഇറഞ്ഞാലുള്ള കുറച്ച് കുട്ടികൾ ചേർന്ന്, എനിക്ക് ഓർമ്മയുണ്ട്, ഇവര് വളരെ ചെറുപ്പത്തിൽ
ഇവരുടെ ചെറിയ കുട്ടിക്കാലത്ത് ഇവർ നടത്തിയ അല്ല ഇവര് ശരിക്കും പറഞ്ഞാൽ ഒരു ഇവരുടെ ഒരു 20കൾ ആ കാലത്ത് അവര് നടത്തിയ ഭജനൊക്കെ അപ്പൊ ആ കാലം മുതൽ അതിനുശേഷം ഇവർ കുറച്ചുകൂടി ട്രെൻഡി ആയി അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചു, നല്ല ഡ്രസ് കോഡ് വന്നു, അങ്ങനെ വ്യത്യാസങ്ങൾ വന്നപ്പോൾ ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കാൻ പരീക്ഷണങ്ങൾ നടത്തി. പിന്നെ ഇവരുടെ മാർക്കറ്റിംഗും നല്ല മാർക്കറ്റിംഗ് ആണ് ഇവര്. അപ്പൊ അങ്ങനെയാണ് പലപ്പോഴും സംഗീതം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ദൃശ്യം, ഒരു വീഡിയോ, അതായത് നമ്മുടെ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രം, അവിടെ വലിയ വെടിക്കെട്ട് അപകടം നടന്ന 100-ലധികം മനുഷ്യർ മരിച്ചതാണ്, നമുക്കറിയാവുന്നതാണ്. ആ പുറ്റിങ്ങൽ ക്ഷേത്രത്തില് ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാർ തടിച്ചുകൂടി എന്നാണ് പറയുന്നത്. വലിയ പറമ്പാണ് അത്, വലിയ മൈതാനമാണ്. പരവൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. എനിക്കതറിയാം, വ്യക്തിപരമായിട്ട് എനിക്ക് ആ സ്ഥലം അറിയാം. അവിടെ ഈ ഭജന ആരംഭിക്കുന്നതിന്, ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജന ആരംഭിക്കുന്നതിന് മുമ്പേ അവിടെ വലിയ മഴ പെയ്തു. അവിടെ മാത്രമല്ലെന്നേ, അമ്പലപ്പുഴ നടന്ന പരിപാടിയിൽ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തു, ദയവ് ചെയ്ത് ആൾക്കാർ കൂടുതൽ വരരുത്, പിരിഞ്ഞു പോകണമെന്ന് തുടങ്ങുന്നതിന് മുമ്പ്. അത്രയേറെ ജനശ്രദ്ധ ആകർഷിച്ച, അവർക്ക് ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവർ ചെറിയ അവർക്കുണ്ടായ ഒരു വിവാദത്തിൽ ഇത്രമാത്രം തകർന്നു പോകും. എനിക്ക് തോന്നുന്നു നന്ദഗോവിന്ദ ഭജൻസിനെ തീർക്കാൻ ആരോ മനഃപൂർവ്വം വെച്ച കെണിയാണിതെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ പാടിക്കോളൂ, നിങ്ങൾ പാടണ്ടെന്ന് പറയുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഗാനമേള നടത്തുക, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പള്ളിപ്പറമ്പ്, അതാണ് ഞാനും പറയാൻ വന്നത്. അതായത് നിങ്ങൾ ഒരു ക്ഷേത്രത്തിന്റെ പരിപാടി നടക്കുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഭജനം, അതും ഭജനയാണ്, ഗാനമേളയല്ല. ഗാനമേള നടക്കുമ്പോ ഗാനമേളയും ഭജനയും രണ്ടാണ്. അതിന്റെ വ്യത്യാസം സിനിമയുടെ പിന്നണി ഗായകർ വന്ന് നടത്തുന്ന ഗാനമേളകളിൽ, അത്തരം ഗാനമേളകൾ വരുന്ന സമയത്ത് ആൾക്കാർ തടിച്ചുകൂടും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും തടിച്ചുകൂടും. ചിലപ്പോ ഒരു ക്രിസ്തീയ ഭക്തിഗാനം അതിനകത്ത് പാടിയെങ്കിലും തുടങ്ങുന്നത് അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആവും. അപ്പൊ എപ്പോഴെങ്കിലും ഒരു പാട്ട് അവർ പാടുമായിരിക്കും. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഭജനയെ അത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അത് മാത്രമല്ല, ഓരോ സ്ഥാനത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നിങ്ങളൊരു ക്ഷേത്ര സംബന്ധമായ പരിപാടി നടത്താൻ, അപ്പോൾ അവർക്ക് ക്ഷേത്രത്തിന് അവിടെ ഭൂമി ഇല്ലാത്തത് കൊണ്ട് അപ്പുറത്തെ പള്ളിപ്പറമ്പാണ് വിട്ടുകൊടുത്തത്. പള്ളിപ്പറമ്പ് വിട്ടുകൊടുത്തപ്പോൾ അവർ താൽക്കാലികമായിട്ട് ക്ഷേത്രക്കാർ ഇതൊക്കെ തയ്യാറാക്കി. ഈ പള്ളിപ്പറമ്പ് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം, പള്ളി വെക്കാൻ സ്ഥലം കൊടുത്തത് ആരായിരിക്കും? അത് ആ ചരിത്രമൊക്കെ മറന്നുകൊണ്ട് ആ പള്ളി വെക്കാൻ ഇവിടെ വരുന്നതും ഇവിടെ സ്ഥലം കൊടുത്തതും ഇവിടുത്തെ ഹിന്ദു തന്നെയാണ്. ഹിന്ദുക്കളാണ് ഇവിടുത്തെ രാജാക്കന്മാരാണ്, ഇവിടുത്തെ ജനങ്ങളാണ്, ഇവിടുത്തെ ഹിന്ദുക്കളാണ്. അപ്പൊ ഞാൻ ഇത് ശരിക്കും നന്ദഗോവിന്ദം ഭജൻസ് അതിന് പകരം ചെയ്യേണ്ടത്, ഇപ്പൊ അവര് പള്ളിപ്പറമ്പ് വിട്ടുകൊടുത്തെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അവർക്ക് വരുമ്പോ അമ്പലപ്പറമ്പ് അവർ കൂടി വിട്ടുകൊടുക്കുക, കഴിഞ്ഞേ ഉള്ളൂ. അതിന് നന്ദഗോവിന്ദം ഭജൻസ് അവിടെ വന്ന് അവരുടെ പാർക്കിംഗ് പ്ലേസ് ആണ് വിട്ടുകൊടുത്തത്. അല്ല, അവിടെ ഈ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിന്റെ പരിപാടി നടക്കുമ്പോൾ അതിനകത്ത് ഇത്തരത്തിലൊരു ഒരു ക്രിസ്തീയ ഭക്തിഗാനം അവിടെ തിരികെ കയറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ തിരികെ കയറ്റി ഞാൻ മതേതരനാണ് എന്ന് തെളിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഹിന്ദുക്കള് തെളിയിക്കണം മതേതരരാണ്. അതേസമയം മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൂടി പറയാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷങ്ങൾ ഏകീകരിച്ചെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഏകീകരിക്കാൻ പോകുന്നുവെന്ന പേടി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കുമുണ്ട്. ആ ഭൂരിപക്ഷ ഏകീകരണത്തിലേക്ക് നയിക്കുമോ എന്ന ഭയത്തിലാണ് ഈ നന്ദഗോവിന്ദൻ ഭജൻസിനെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നത്. ക്ഷേത്രങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോ അത് മാത്രമല്ല അപ്പൊ ഈ തീർച്ചയായിട്ടും നന്ദഗോവിന്ദൻ ഭജൻസിനെ തീർക്കാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ ആരോ കൊടുത്തൊരു പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് വരെ ഉണ്ടായിരുന്ന കസേരകൾ നാളെ മുതൽ ഒഴിയാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഒരു തെറ്റൊക്കെ ഹിന്ദു സമൂഹമായതുകൊണ്ട് ഒരു തെറ്റൊക്കെ നിങ്ങൾ ക്ഷമിക്കും. അതുകൊണ്ട് ഇത് ഞാൻ സായി ദീപകിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുകയാണ്. റിലീജിയസ് വർഷിപ്പ് പ്ലേസ് ആൻഡ് റിലീജിയസ് വർഷിപ്പ് പ്രോഗ്രാംസ് ആർ ഓൾവേസ് റിലീജിയസ്. അത് തീർച്ചയായിട്ടും അത് മതേതരത്വമല്ല. അതിനകത്ത് മതേതരത്വം കലർത്തേണ്ട ആവശ്യവുമില്ല. അത് തെറ്റാണ്, ഒരു സംശയവുമില്ല. ക്ഷേത്രം ക്ഷേത്രാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പള്ളി തീർച്ചയായിട്ടും ക്രിസ്തീയ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മുസ്ലിം പള്ളി മുസ്ലിം ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സിഖ് ഗുരുദ്വാരകൾ സിഖ് ആരാധനാക്രമങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. അവിടെ അതാണ് ചെയ്യേണ്ടത്. അവിടെ മറ്റൊന്ന് കൊണ്ടുവന്ന് ചെയ്ത് അതിനെ കൂട്ടിക്കുഴച്ച് മതേതരത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ മതേതരരാണ്. അവർക്ക് മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ അറിയാം. അവരൊരിക്കലും കമ്മ്യൂണൽ, അതായത് വർഗീയമായി ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടാൻ നിൽക്കുന്നവരല്ല. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഹിന്ദുക്കളാണ്. നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് അതാണ്. നമ്മുടെ വയലാർ രാമവർമ്മ എത്രയോ ഹിന്ദു ക്രിസ്ത്യൻ
ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിക ഭക്തിഗാനങ്ങൾ നമ്മുടെ എത്രയോ സിനിമകളിൽ വന്നിട്ടുണ്ട്. ആർക്കും ആ പാട്ടുകൾ മൂളി നടക്കുന്നതിൽ ഒരു പ്രയാസവും തോന്നിയിട്ടില്ല. അവിടെ ഞാൻ മതേതരനാണ് എന്ന് തെളിയിച്ചിട്ടല്ല യേശുദാസ് ഒരു പാട്ടും പാടിയത്. അദ്ദേഹം ദൈവഭക്തി ഉള്ളിൽ ഉൾക്കൊണ്ട് തന്നെയാണ് എല്ലാ ഭക്തിഗാനങ്ങളും, അത് ഏത് മതത്തിൻ്റെതാണെങ്കിലും അദ്ദേഹം പാടിയിട്ടുള്ളത്. നമുക്ക് ആ മാതൃകയാണ് നല്ലത്. അത് പാടേണ്ട സ്ഥലത്ത് പാടേണ്ട പാട്ട് പാടേണ്ടപ്പോൾ പാടുക. അത് ഭജനയ്ക്ക് ഭജനയുടേതായ ഗൗരവം കൊടുക്കുക, ആദരവ് കൊടുക്കുക. ഗാനമേളയ്ക്ക് ഗാനമേളയുടേതായ ആദരവ് കൊടുക്കുക. ഗാനമേളയും ഭജനയും രണ്ടാണ്, അതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഇതിപ്പോ ശ്രീല നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് വലിയ പ്രീതി, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ചു. ഞാൻ മറ്റൊരു ഇത് പറയാം. ഇവിടെ ഈ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റാപ്പ് സംഗീതത്തെ കുറിച്ച് വലിയ പ്രചാരണം. അന്ന് ഈ വേടൻ കേറി വന്ന സമയത്താണ് ഈ നന്ദഗോവിന്ദം ഭജൻസും കേറി വരുന്നത്. നന്ദഗോവിന്ദം ഭജൻസ് അങ്ങ് ക്ലിക്കായതോടുകൂടി വേടനെ ആൾക്കാർ മറന്നു. ആർക്കും ഈ ആബാലവൃദ്ധം ജനങ്ങൾ, അങ്ങനെ തന്നെ പറയാം, വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ തൊട്ട് വൃദ്ധരായവർ വരെ നന്ദഗോവിന്ദം ഭജൻസിന്റെ പുറകെ പോയി. അതേസമയം വേടന് വലിയ സ്വാധീനം ജൻസിയുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കാണാനില്ല. വേടന്റെ പാട്ടും നിന്ന് പോയി. ഈ വേടനെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന അങ്ങനെയാണ്, ജൻസിയുടെ വോട്ട് പിടിക്കാൻ ഉള്ള ഒരു തന്ത്രമാണ്. ഇപ്പോ അവർക്ക് മനസ്സിലായി ഈ നന്ദഗോവിന്ദം ഭജൻസ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ അതൊരു വലിയ മൂവ്മെന്റ് ആയി. കാരണം പണ്ടും അങ്ങനെയാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് വിളിച്ചാൽ ആൾക്കാർ വരില്ല. അങ്ങനെയാണ് ലോകമാന്യ തിലകനെ പോലുള്ളവർ ഗണേശോത്സവവും മറ്റും സംഘടിപ്പിച്ചിട്ട് അവിടെ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. വളരെ കൃത്യമായിട്ട് മതപരമായ ആഘോഷങ്ങളെ അതിനെ ഈ ഇങ്ങനൊരു സ്വാതന്ത്ര്യ സമര പോരാട്ട പദ്ധതിയാക്കി മാറ്റുകയായിരുന്നു. അത് ബുദ്ധിമാന്മാരായ നേതാക്കൾ അതൊക്കെ ചെയ്യും, കാരണം അവരുടെ മുന്നിൽ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു. നന്ദഗോവിന്ദൻ ഭജൻസ് അവർ തന്നെ മാർക്കറ്റ് ചെയ്ത് കയറി വന്നു. അതിനകത്ത് സംഖ്യയില്ല, BJP ഇല്ല. അവര് താനെ വളർന്നു. അവര് അങ്ങനെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ അങ്ങനെ ചെയ്യുകയില്ല. ക്ഷേത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മതേതരത്വം ഇല്ലാത്ത ആളൊന്നുമല്ല, ഞാൻ മതേതരത്വമുള്ള ആളാണ്. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് മറ്റൊരു മതവിശ്വാസത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസം മോശമാണെന്ന് പറയാൻ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ മതേതരയാണ്, എനിക്ക് തെളിയിക്കേണ്ട ആവശ്യവുമില്ല. യോഗി ആദിത്യനാഥ് പണ്ടൊരിക്കൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതായത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ രാമനെ, എൻ്റെ വിശ്വാസത്തെ, എൻ്റെ ക്ഷേത്രത്തെ ഒക്കെ എത്രത്തോളം ബഹുമാനിക്കുന്നു, എത്രത്തോളം ആദരിക്കുന്നു, ഞാൻ അത്രത്തോളം നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ മതത്തെയും നിങ്ങളുടെ ആരാധന. അതെ, അതാണ് അവിടെ ശരി. എന്റേത് മാന്യമാണ്, ആദരവർഹിക്കുന്നതാണ്, ഉന്നതമാണ് എന്ന് എനിക്ക് ചിന്തയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പരന്റെ മതത്തെയും പരന്റെ വിശ്വാസത്തെയും, അതായത് മറ്റൊരാളിന്റെ വിശ്വാസത്തെയും മതത്തെയും ഒക്കെ എനിക്ക് ആദരിക്കാൻ കഴിയുള്ളൂ. ഇതൊരു സത്യമാണ്. ഈ സത്യമാണ് കേരളത്തിലെ ഹിന്ദുക്കൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾ മതേതരരാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം തെളിയിക്കാൻ പോകുന്ന ഒരു പദ്ധതി നമുക്ക് ആവശ്യമില്ല. നമ്മൾ മതേതരരാണ്, അന്നും ഇന്നും എന്നും.